ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു തഹന ഷിമീർ വ്ളോഗ്. എന്തെല്ലാം ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ ആയില്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പനിയും അങ്ങനെയെല്ലാം കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു 7 മണിക്കാണ്. സംഭവം തലേന്ന് ഷമീർക്ക പറഞ്ഞത് ഒരു 3 മണിയാകുമ്പോഴേക്കെല്ലാം എണീറ്റ് ഒരു 3:30-4 മണിയാകുമ്പോഴേക്ക് റെഡി ആവണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല മഴ കാരണം ഉറങ്ങിപ്പോയി. ഒരു 5:40 ആ ഒരു ടൈം ആകുമ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുറപ്പെടുന്നേരം ഒരു 7 മണിയെല്ലാം ആയിന്. കുട്ടികൾ മദ്രസയിലെല്ലാം പോകുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ലേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് നമ്മൾ ഓടി ഒരു നെടുമ്പുഴയിലൊക്കെ എത്തിയേരം നല്ലൊരു ചായക്കട കണ്ടു. അങ്ങനെ അവിടെ നിർത്തിയിട്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ്. ഷമീർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുട്ടും കടല ആയിരുന്നു. ഞാൻ മസാല ദോശയും ഓർഡർ ചെയ്തു. മക്കൾക്ക് നെയ് റോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കലാണ്. മസാല ദോശ കുഴപ്പമില്ല, പക്ഷെ പുട്ടും കടലയും സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കടലക്കറിയായിരുന്നു. മസാല ദോശയിലെ ചട്നി നന്നായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിക്കലാണ്. അവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചൂടോടെ നല്ല പഴംപൊരിയെല്ലാം പൊരിച്ച് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ഫാൻസി സ്റ്റോറും ഉണ്ടായിരുന്നു. കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങലാട്ടാ. ഇത് കാണാൻ നല്ല രസമില്ലേ? അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മക്കൾക്ക് നല്ല സന്തോഷമാണ്, കാരണം കുറേ കാലമായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല. കുറച്ച് പനിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ വീട്ടിനുള്ളിൽ ഒരു 2-2.5 ആഴ്ചത്തോളം പനി വരുക പോവുക, വന്നാക്കന്നെ പിന്നെയും പനിക്കുക, അങ്ങനെയെല്ലാം ആയിരുന്നു. നല്ല വൈബ് ഉണ്ടായിരുന്നു പോകുമ്പോൾ. കുറേ നല്ല കോടയും കാര്യങ്ങളും അങ്ങനെയെല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ എലപ്പീടിക എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോൾ അത്ര കോടയില്ല കേട്ടോ. നല്ലോണം കോട ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് നടക്കുന്നല്ല ഒരു ഫീലായിരുന്നു. കുട്ടികളുടെ നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പും ഉണ്ട്. ലൂലുവിന് ചെറിയ മോക്ക് വിറക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തതാണെന്നാണ് ഷമീർക്ക പറഞ്ഞത്. നല്ല കോട എന്ന് പറഞ്ഞാൽ നല്ല കോട ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. രാവിലെ തന്നെയുള്ള ഒരു വൈബ് നമ്മളങ്ങനെ നമ്മളെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് കുറച്ച് ഷമീർക്ക മക്കളെ ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ട്രൈപോഡ് വെച്ചിട്ട് നമ്മളും ഫോട്ടോസെല്ലാം എടുക്കാനെല്ലാം നോക്കി. കുറേ ഫോൺ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടെല്ലാം നോക്കുമ്പോൾ ഫോൺ ചെരിഞ്ഞിട്ടെല്ലാം വരുന്നുണ്ടേനു. എന്നാലും കുഴപ്പമില്ലാണ്ട് ഫോട്ടോസെല്ലാം എടുത്ത്. പിന്നെ അവിടെ നിന്നൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, മിൻഹ മോക്ക് എൻ്റെ മൂത്ത മോക്ക് അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു കാലിൽ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആ സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു. ആ അട്ട എങ്ങനെ നോക്കിയിട്ട് അത് എടുത്ത് കളയാൻ പറ്റുന്നില്ല. ഇവർ ലൈറ്റർ ഉണ്ടോ നോക്കി, നമ്മൾ തീ കത്തിക്കൂലേ, അപ്പോൾ അങ്ങനെയെല്ലാം കത്തിച്ച് അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് അങ്ങനെയെല്ലാമാണ് അട്ടനെ പോക്കണ്ടത്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതിൻ്റെ എന്തോ പല്ല അങ്ങനെ എന്തെല്ലാം വരും, പിന്നെ ചൊറിച്ചലുണ്ടാവും, അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കൽ. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ ഒരു ചപ്പിനെ കൊണ്ടും കൊള്ളിനെ കൊണ്ടെല്ലാം പോക്കാൻ നോക്കി. ലാസ്റ്റ് കുറച്ച് ട്രൈ എല്ലാം ചെയ്തിട്ട് അതെങ്ങനെയോ പോക്കി. അങ്ങനെ അവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അവിടെ ആണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇത് വയനാട്ടിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയിലാണ്. ഞാനത് പറയാൻ വിട്ടുപോയി. പിന്നെ മങ്കീനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ഒന്നുമില്ല, ഒന്നിനായിട്ടേ കണ്ടിട്ടുള്ളൂ. അതിങ്ങനെ അവിടെ നിന്ന് ആ ബസ്സിലുള്ള കുറച്ച് ആൾക്കാർ ഫുഡ് ഐറ്റംസ് എല്ലാം ഇട്ടെടുക്കുമ്പോൾ അത് കഴിക്കാൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷമീർക്ക് പറഞ്ഞ കയ്യിൽ ഫുഡ് ഐറ്റംസ് ഒന്നും എടുക്കണ്ട, പിന്നെ
വന്നിട്ട് തട്ടിപ്പറിച്ചെല്ലാം കൊണ്ടുപോകുമെങ്കിലോ അത് വിചാരിച്ചിട്ട് ഈ മക്കളെ കയ്യിൽ ഉണ്ടായ ലേസ് എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് പുറത്തിറങ്ങിയത്. മിൻഹക്ക് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. മങ്കീൻ്റെ കളിയെല്ലാം കണ്ടിട്ട് മക്കൾക്കെല്ലാം കാണുമ്പോൾ അങ്ങനത്തെ എല്ലാം കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ ഞാൻ വാട്ടർഫോളെല്ലാം നോക്കി ഭയങ്കര ആസ്വദിക്കലാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മളവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മുകളിലോട്ട് നമ്മൾ മേത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പറയുക, നമ്മളെ ദേഹത്തേക്ക് ഇങ്ങോട്ടേക്ക് വെള്ളം വീഴുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുക. നമ്മളിവിടെ കണ്ണൂർ ഭാഷയിൽ നമ്മളെ മേത്തേക്ക് വീഴുന്നു എന്നല്ല പറയുക. അതിപ്പം പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് കുറച്ചാടെ ഒന്ന് ഡിസ്റ്റർബായി. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരെല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ പറഞ്ഞില്ലേ നല്ല കോടുണ്ടായിരുന്നു. മഴ സമയത്തല്ലേ പോയേ. സത്യം പറഞ്ഞാൽ ഈ സമയത്തൊന്നും നമ്മൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സമയത്തുള്ള ആ വൈബ് വേറെ തന്നെയാണ്. ഫുള്ള് നല്ല രസമുണ്ടായിരുന്നു. മക്കളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഉമ്മ എന്താ തണുപ്പ്, നല്ല തണുപ്പും ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി. ഫോറസ്റ്റ് കടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ഏരിയയിലെത്തി. അങ്ങനെ മൽഹക്ക് ചെറിയ മോക്ക് നല്ല പേടിയുണ്ട്. ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്കെല്ലാം പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. കാട് അങ്ങനെയെല്ലാം കാണുമ്പോൾ ഉമ്മ നമുക്ക് വീട്ടിൽ പോവണ്ട അങ്ങനെയല്ല പറയുക. ഭയങ്കര പേടിയാണ്. ഇതിപ്പോൾ ഇതാ ചെക്ക് പോസ്റ്റ് മുത്തങ്ങ ആ ഒരു ഏരിയയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു ഈ ട്രിപ്പ്. കാരണം നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു വൈബ് തന്നെ. നമ്മൾ വേനൽ സമയത്ത് പോകുന്നതിനെക്കാട്ടും കൂടുതൽ മഴക്കാലത്ത് പോകുമ്പോൾ നല്ല രസമാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫോറസ്റ്റ് ആ ഒരു ഏരിയയിലെത്തിയിട്ടാ. അവിടുന്ന് ഇങ്ങനെ കിടക്കുകയാണ്. കുട്ടികൾ ഷമീർക്ക് പറഞ്ഞ് നോക്കി നോക്ക് എന്തെങ്കിലും കാണാതിരിക്കില്ല. പക്ഷേ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പോകുന്ന സമയത്ത് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ നോക്കി. മിൻഹ പറയുന്നുണ്ടേനു, പിന്നെ ഉമ്മ എന്താ ടൈഗറിനെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ നീ ടൈഗറിനെ പറഞ്ഞ് ലാസ്റ്റ് ടൈഗർ വന്നാൽ നമ്മളെ അവസ്ഥ നല്ല രസമുണ്ടാവും. അങ്ങനെയെല്ലാം കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഏരിയന്നില്ലേ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് ഞാൻ അറിയില്ല കേട്ടോ. ഞാൻ സംഭവം അവിടെ നിന്നെല്ലാം വീഡിയോ എടുത്ത് പോരാണ്ട് അവിടെ ഇരുന്ന പോലീസുകാരന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഷമീർക്ക് പറയുന്നത് വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോകല. അങ്ങനെ നമ്മൾ പ്ലാനിട്ട സ്ഥലത്തെത്തി. നമ്മൾ ഇപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു സീസണല്ലേ, ആ സമയമല്ലേ. അപ്പോൾ നമ്മളെ ഗുണ്ടട്ട്പേട്ടയിൽ ഇഷ്ടം പോലെ കൃഷികളുണ്ടാവും. അപ്പോൾ അത് കാണാനായിട്ട് തന്നെ ഇഷ്ടം പോലെ കുറേ ആൾക്കാരെല്ലാം അവിടെ വരും. അപ്പോൾ അങ്ങനെ നമ്മളെ കുടുംബത്തിൽ നിന്നെല്ലാം കുറേ ആൾക്കാരെല്ലാം പോയിട്ടുണ്ടായിനി, അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ഇട്ടതാണ് ഷമീർക്ക് കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ. നല്ല രസം. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മൾ ആ തിരക്കുള്ള ഏരിയയിലൊന്നും നിർത്താണ്ട് കുറച്ച് അങ്ങോട്ട് പോകാൻ നോക്കിയതാണ്. സംഭവം നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴേക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. കാരണം മഴ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ മഴ വന്നിന്. പിന്നെ കുട്ടികൾക്കെല്ലാം പനിയെല്ലാം പിടിച്ചാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇറങ്ങിയില്ല, വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. കുറേ കൃഷികൾ ആ ഒരു ഏരിയയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയത്. ആ തിരക്കുള്ള ഏരിയയിൽ നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നോക്കുമ്പോൾ കുറേ കൃഷികളും കാര്യങ്ങളും. പിന്നെ നമ്മൾ പോകുന്ന ഏരിയയിൽ തന്നെ കുറേ വെളുത്തുള്ളി ഓരോ സ്ഥലത്തെല്ലാം ഇങ്ങനെ കയറ്റി അയക്കൂലേ, അതിനെല്ലാം ലോഡ് കയറ്റുന്നുണ്ടേനു. പിന്നെ അപ്പുറത്തെല്ലാം ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ആട്ടാ. നല്ല രസമുണ്ടേനും കാണാൻ. പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ സ്ത്രീകൾ വെളുത്തുള്ളി വിളവെടുക്കുന്നു കേട്ടോ. ഞാനിട്ട് കുറച്ച് നേരം അവിടെ ഇറങ്ങിയിട്ട് മക്കൾക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഉണ്ടാവുക വെളുത്തുള്ളീൻ്റെ ഇങ്ങനെ നമുക്ക് വരുന്നത് അങ്ങനെയല്ല. കുട്ടിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം അറിയുമ്പോൾ
ഒരു പുതിയ പുതിയ അറിവല്ലേ. അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇതാ നമ്മൾ സൺഫ്ലവറിൻ്റെ ഏരിയയിലെത്തി കേട്ടോ. പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ മക്കൾക്കെല്ലാം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഒരു 3-3:30 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു സമയം. അങ്ങനെ ഇതാ നമ്മളടുത്തുള്ള ഒരു ഉടുപ്പി അങ്ങനെ എന്തോ ആണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. പിന്നെ ഫുൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ അവിടെ നിർത്തി. അങ്ങനെ ഇതാ അവിടുന്ന് സത്യം പറഞ്ഞാൽ ഒരാളെ ഫുഡിന് 200 രൂപയാണ് കേട്ടോ. ഒരാളെ ഐറ്റംസിന് 200 രൂപയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് 2 ആൾക്കും കൂടി ഒന്നായിട്ടാണ് കണക്ക് കൂട്ടിയത്. അങ്ങനെ നമ്മൾ 3 ആളെ ഫുഡിനും കൂടി 600 രൂപയാണ് കേട്ടോ ആയത്. നല്ല അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നെന്നാണ് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഫുഡ് തീരെ ഇഷ്ടമായിട്ടില്ല. ഞാൻ കഴിച്ചത് ഗോപിയും നമ്മളെ കോളിഫ്ലവറിനെ കൊണ്ടുണ്ടാക്കിയ ചില്ലി ചിക്കൻ ആ ടൈപ്പിലുള്ള എന്തോ ഐറ്റംസ് ഉണ്ടാക്കി. അതും ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫുഡിനെ പോലെ എന്തായാലും ആവില്ല കേട്ടോ. എനിക്ക് തീരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ്. ഷെമീർക്കൊക്കെ കുഴപ്പമില്ല, ഓക്കെയാണ്. എൻ്റെ മിൻഹയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചെറിയ മോളും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്തെല്ലോ പരിപ്പിൻ്റെ തന്നെ എന്തോ കറി ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, പപ്പടം, അച്ചാർ, തൈര്, പിന്നെ എന്നാ ഉണ്ടായേ ഗുലാബ് ജാമുനും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ കുട്ടികളധികം ഗുലാബ് ജാമുൻ തന്നെയാണ് തിന്നത്. ചോറൊന്നും അധികം തിന്നിട്ടില്ല. ഗുലാബ് ജാമുന് 2-3 ഗുലാബ് ജാമുനെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ ഇതെല്ലാം കണ്ടേരം വിചാരിച്ച് വലിയ ടേസ്റ്റ് ഉണ്ടാവും എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് അവിടുത്തെ ചോറ് വേറൊരു ടൈപ്പല്ലേ. പിന്നെ ഇതാ സൂപ്പും ഉണ്ടായിന്, വെജിറ്റബിൾ സൂപ്പ്. ഫുള്ള് വെജിറ്റബിളായിട്ടൊന്നും എനിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നോൺ വെജ് വേണം, എന്നാലേ ഫുഡ് കഴിക്കാനെല്ലാം പറ്റും. എന്താ ചെറിയ മോള് കളിക്കുന്നില്ലേ, അവൾക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, ഫുൾ കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെയും തിരിച്ച് ഇങ്ങോട്ടേക്ക് വിട്ട്. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ കുറച്ച് പൂവും കുറേ നല്ല അടിപൊളി പൂവിൻ്റെ 2-3 പൂവുണ്ടായിരുന്നു കേട്ടോ. ചെണ്ടുമല്ലിയും ജമന്തിയും അങ്ങനെയല്ല ചോളത്തിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ അപ്പുറം തന്നെ ജമന്തിൻ്റെ ഏരിയ ഉണ്ടായിന്. പക്ഷെ അവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതായാലും കാണാൻ പറ്റും, കുറച്ച് അങ്ങോട്ട് ദൂരെയാണ്. അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ റിട്ടേൺ അവിടെ നടന്ന് തിരിച്ച് വന്നു. അങ്ങനെ ആ ഏരിയ നോക്കി വേറൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായത്. മഴ ആയതുകൊണ്ട് തന്നെ കുറേ ചളിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ നല്ല മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ചളിയും കാര്യങ്ങളുണ്ടായാലും എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് നല്ല പുതിയ പുതിയ അറിവാണല്ലോ. അങ്ങനെ ഇതാ നമ്മൾ വേറൊരു ഏരിയയിൽ വന്ന്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ എല്ലാം കൃഷി ചെയ്തതിൻ്റെ ആരെങ്കിലും ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അങ്ങനെ ഒരു 40 രൂപയാണ് കൊടുത്തത്. കുറച്ച് സമയം നിൽക്കാനും അതിൻ്റെ ഉള്ളിൽ കടന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം സമ്മതിക്കും. പക്ഷേ പൂവൊന്നും പറിക്കാൻ പാടില്ല കേട്ടോ. കുട്ടിക്കാണെങ്കിൽ പറിക്കണോ അങ്ങനെ അതെല്ലാം പറയുന്നുണ്ടേനു. അതിൻ്റെ അടുത്ത് തന്നെ ചെണ്ടുമല്ലീൻ്റെ ചെറിയൊരു ഏരിയ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസും കാര്യങ്ങളെല്ലാം എടുത്തിന്. അങ്ങനെ സത്യം പറയാലോ നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും പൂക്കളുണ്ടായതിൻ്റെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ഇതിപ്പം കുറച്ച് സമയം ലേറ്റായിന്, കുറച്ച് സമയമായിന്. പിന്നെ അടുത്ത മഴ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഷെമീർക്ക പറഞ്ഞത്. പക്ഷെ കുട്ടികൾ വരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് അവരുടേതായ രീതിയിലുള്ള കളികളും ഇതെല്ലാം കളിക്കുകയും ചെയ്തത്.
പിന്നെ ഇതാ അവിടെ നിന്ന് നമ്മൾ കുറച്ച് റീൽസെല്ലാം എടുത്ത് പുറപ്പെട്ട് അങ്ങനെ ഞാൻ ഷമീർക്കാണ്ട് പറഞ്ഞാൽ എനിക്ക് കോമാങ്ങ വേണം. അങ്ങനെ ഞാൻ കോമാങ്ങ എന്നാൽ ഇവിടുന്ന് പറയുക, വേറെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അത് ഉപ്പും മുളകിട്ട് തരൂലേ, അത് വാങ്ങാൻ വേണ്ടിയിട്ട് കണ്ടേരം നിർത്തിയതാണ്. നോക്കുമ്പോൾ ഒരു കോമാങ്ങക്ക് 90 രൂപയാണ്, ഒറ്റൊരു കോമാങ്ങക്ക്. അങ്ങനെ അതും വാങ്ങിച്ച് പിന്നെ കുറച്ച് പേരയ്ക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അന്നേരം ഞാൻ പറയും, ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നല്ല കച്ചവടമല്ലേ, അതുകൊണ്ട് തന്നെ നല്ല റേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടേനു. സംഭവം അടിപൊളിയേനു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഉപ്പും മുളക് ഇട്ടിട്ടെല്ലാം തിന്നുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ അത് തിന്നുമ്പോൾ. നല്ല ഒരു ഇതെല്ലാം നല്ല മൂടുണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ അധികം മാങ്ങ ഉപ്പും മുളക് ഇട്ടിട്ടെല്ലാം തിന്നലുണ്ട്, ഞാനും മക്കളെല്ലാം. അധികം നോമ്പിനാണ് കേട്ടോ, നോമ്പ് തുറന്നതിന് ശേഷം തിന്നാനാണ് നല്ല രസം ഉണ്ടാവാൻ. ഇക്കാക്ക് വലിയ കാര്യമൊന്നുമില്ല, ഷമീർക്ക ഇങ്ങനത്തെ ഉപ്പും മുളകിട്ടുള്ള സാരിയൊന്നും നമ്മൾ തിന്നാൻ ചിലപ്പം വിടുവേ ഇല്ല കേട്ടോ, വയറ് കേടാവും അങ്ങനെയല്ല പറയാം. ഞാൻ ചോദിച്ചു നോക്കുന്നത് എങ്ങനെയുണ്ട്, അങ്ങനെ പറയുന്ന കുഴപ്പമില്ല, പുളിയും ഉണ്ട് മധുരവും ഉണ്ട്, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് വിട്ട് കുറച്ച് നല്ല ലേറ്റായിന്. തിരിച്ച് പോകുമ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ കുറച്ച് ആനേനെയും അങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അതിനെ കണ്ടിട്ട് തന്നെ എൻ്റെ ചെറിയ മോൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൂ വേഗം വിട്ടോ, പേടിയാന്ന്, അത് നമ്മളെന്തെങ്കിലും ചെയ്യുമോ അങ്ങനെയെല്ലാം പറയുന്നുണ്ടേനോ. റീൽസിലെല്ലാം കാണുന്നില്ലേ എലിഫൻ്റ് അറ്റാക്ക് അങ്ങനെയല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നുണ്ടേനു. ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യുന്നില്ല, കുറേ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു, ഒരു 5-8 അങ്ങനെയെല്ലാം ഉണ്ടായിന്. കൂട്ടായിട്ട് ഉണ്ടാവുമ്പം ഒന്നും ചെയ്യില്ല എന്നാണ് ഷമീർക്ക പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് കുറച്ച് നല്ല ലേറ്റായിന് കേട്ടോ. പോകുമ്പോൾ നല്ല മഴയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വരുന്നേരം അങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ പാൽച്ചുരം ഇറങ്ങലാട്ടോ. ഇപ്പോൾ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല, നല്ല കോടമഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പിലത്തെ വണ്ടിക്കാരന് മെല്ലെ നല്ല സ്ലോ ആയിട്ടായിരുന്നു കേട്ടോ ഇറക്കുന്നുണ്ടായിരുന്നത്. ഷമീർക്ക പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് അങ്ങനെ കാണുന്നില്ല എന്ന് തോന്നും, ലോഡും വണ്ടിയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല സ്ലോ ആയിട്ട് തന്നെ ഇറക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ എൻ്റെ മിനക്ക് പേടിയുണ്ടായിരുന്നു. മിനാറിന് അബു പോവണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റൂല, നമുക്ക് ചുരത്തിലൊന്നും അങ്ങനെ വണ്ടി നിർത്തിയിടാനൊന്നും പറ്റില്ല, നല്ല കോട ഉണ്ടായിരുന്നു, കാണാൻ പറ്റുന്നില്ലേനു. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞേരോ റോഡ് മേലെ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. മലമ്പാമ്പ് ഒരു 11 മണിയായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ടിട്ട് കാണുന്നത്. അത് ലൈറ്റ് എല്ലാം അടിച്ച് ഇതാക്കി നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് ഫസ്റ്റ് കണ്ടേ, പിന്നെ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നീളം. മക്കൾക്കെല്ലാം നല്ല പേടിയുണ്ടായിരുന്നു. സംഭവം എനക്കും ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യം, അതെന്നെ കണ്ണിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത്ര തന്നെയല്ലേ ഉള്ളൂ ഇന്നത്തെ വിശേഷവും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.